ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇതാണ് ഞാൻ ഇടുന്ന ഔട്ട്ഫിറ്റ്. പിന്നെ ഞാൻ ഒന്ന് സ്കിൻ കെയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് കൺസിസ്റ്റന്റ് ആവണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സോ സെറം ഫസ്റ്റ് ഇട്ട് കൊടുത്തു കേട്ടോ. എൻ്റെ ചെറിയൊരു സെൻസിറ്റീവ് സ്കിന്നാണ്. സോ സെറം ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ലിപ് ബാം ഇട്ടു, ചുണ്ടിനും ഒരു മോയ്സ്ചറൈസർ. ദെൻ ഞാൻ ടിൻഡഡ് സൺസ്ക്രീൻ ആട്ടോ യൂസ് ചെയ്യുന്നത്, ഡോട്ട് ആൻഡ് കീയുടെ ഐവറി വാമാണ് എൻ്റെ ഷെയ്ഡ് കേട്ടോ. അത് ഞാൻ ഇട്ട് കൊടുത്തു. അപ്പോൾ തന്നെ ഫേസിന് ഒരു ബ്രൈറ്റ്നസ് കിട്ടി കേട്ടോ. പിന്നെ ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ ഐബ്രോ ഒന്ന് നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം എൻ്റെ അവിടെ ഇവിടെയൊക്കെ ഐബ്രോ നന്നായിട്ട് പോയിരിക്കുക കേട്ടോ. ഐബ്രോയിലെ മുടിയൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പോയി ഭയങ്കര ഷോക്കായിട്ടിരിക്കുകയാണ്. പിന്നെ ഒന്ന് ലിപ് ലൈൻ ചെയ്ത് കൊടുത്തു. എനിക്ക് ലിപ് ലൈൻ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ചുണ്ടിന് നല്ലൊരു ഡെഫിനേഷൻ കിട്ടണം അതിന് വേണ്ടിയിട്ട്. അവിടെ ലിപ് ലൈൻ ചെയ്തിട്ട് മാത്രമാണ് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാറുള്ളൂ കേട്ടോ. പിന്നെ അതേ ഈ ലിപ്റ്റിൻ്റെ ആണ് ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള ലിപ്റ്റിൻ്റെ കേട്ടോ. എനിക്ക് ഡാർക്ക് ഷെയ്ഡ് ആയിട്ടുള്ളൊരു ഫോർ ഹേർട്ട് എന്ന് പറയുന്ന ഈ മാസിൻ്റെ ലിപ്റ്റിൻ്റെ ഉണ്ടായിരുന്നു, അതായിരുന്നു ഏറ്റവും ഇഷ്ടം. പക്ഷെ എനിക്ക് അത് ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. പിന്നെ ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഐ ഷാഡോ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ, കാരണം ഫേസിൻ്റെ എല്ലായിടും ഒരേ കളേർഡായിട്ടിരിക്കണം. അപ്പോൾ ഞാൻ കണ്ണിൻ്റെ അവിടെ ഒന്ന് ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ വിങ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കണ്ണിൽ ഞാൻ ഐലൈനേഴ്സ് യൂസ് ചെയ്യാറില്ല കേട്ടോ, കാരണം എനിക്ക് നല്ല കണ്ണിൽ ചൊറിച്ചിലുണ്ട്. പിന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടി വെച്ച് കൊടുത്തു. ഇത്രേ ഉള്ളൂ കേട്ടോ എനിക്ക് മേക്കപ്പ്. ഞാൻ ഇത്രയും കഴിഞ്ഞു, ഇത്രയാണ് ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ എൻ്റെ ലുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ ഗൈസ്, ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.